നമസ്കാരം. PM-ശ്രീ കരാറിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് AIYF-ഉം AISF-ഉം നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് നടത്തിയ ജലപീരങ്കി പ്രയോഗം വലിയ വിവാദമായിരുന്നു. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് പ്രയോഗിച്ചത് വിഷലിപ്തമായ മലിനജലമാണെന്നാരോപിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തന്നെ നിയമസഭയിൽ കുപ്പിവെള്ളവുമായി എത്തിയിരുന്നു. കുപ്പിയിൽ ശേഖരിച്ച മലിനജലവുമായാണ് പിണറായി സഭയിലെത്തിയത്. അമീബിക് മസ്തിഷ്ക ജ്വരം പകർത്താൻ സാധ്യതയുള്ള അത്യന്തം അപകടകരമായ മലിനജലമാണ് സമരക്കാർക്ക് നേരെ പ്രയോഗിച്ചതെന്നാണ് അദ്ദേഹം ആരോപിച്ചത്. ജലപീരങ്കി പ്രയോഗം ഇതാദ്യമായല്ലെന്നും ഇതിലെന്തെങ്കിലും പഴയകാലത്തെ അഴുക്കാണോ എന്ന് അറിയില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടിയും നൽകിയിരുന്നു. വാട്ടർ അതോറിറ്റിയിൽ നിന്നുള്ള വെള്ളമാണ് ജലപീരങ്കിയിൽ നിറയ്ക്കുന്നതെന്നും വെള്ളത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനായി സാമ്പിൾ ലാബിലേക്ക് അയക്കാമെന്ന് അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിലെ വാസ്തവം ചൂണ്ടിക്കാട്ടി FB കുറിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട മുൻ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. നിയമസഭാ മാർച്ചിനിടവേ ഇടത് പ്രവർത്തകർ റോഡിൽ നിന്നും മലിനജലം ശേഖരിക്കുന്ന ദൃശ്യങ്ങളുടെ ഫോട്ടോയാണ് രാഹുൽ നൽകിയിരിക്കുന്നത്. CPI നേതാവും മുൻ മന്ത്രിയുമായ K രാജനും മലിനജലത്തിലെ കുപ്പിയുമായി നടക്കുന്ന ഫോട്ടോയും പിണറായി നിയമസഭയിൽ ഈ കുപ്പി ഉയർത്തി കാണിക്കുന്ന ഫോട്ടോയും ഒപ്പം ചേർത്തിട്ടുണ്ട്. രാജനും വിജയനുമൊക്കെ എത്ര വലിയ കള്ളന്മാരാണ് എന്നതിൽ ഇതിൽ വലിയ തെളിവ് വേണോ? റോഡിൽ വെള്ളം വീണാൽ ചെളിവെള്ളം അല്ലാണ്ട് പിന്നെ സോഡ സർബത്താകുമോ? കള്ളന്മാർ കുറച്ചു കാണുക എന്നതിനൊപ്പം ഹാഷ്ടാഗും ചേർത്തിട്ടുണ്ട്. എന്തായാലും ഈ FB പോസ്റ്റ് വൈറലായി മാറിയിട്ടുണ്ട്. നിരവധി കമന്റുകളും ഒപ്പം വന്നിട്ടുണ്ട്. ഒന്നും അങ്ങട് മെന ആവുന്നില്ലല്ലോ കമ്മിക്കൂട്ടങ്ങളെ, ഇത് വെറും തറ അല്ലെ കൂതറ പരിപാടിയായിപ്പോയി. ജലപീരങ്കിയിൽ നിന്ന് നല്ല ഫോഴ്സിൽ സ്പ്രേ ചെയ്യുന്ന വെള്ളം ഇവരെങ്ങനെ കുപ്പിയിലാക്കി എന്ന സംശയം തോന്നിയിരുന്നു എന്നൊക്കെയുള്ള കമന്റുകളും ഒപ്പമുണ്ട്. തുടർച്ചയായ ലൈംഗിക ആരോപണങ്ങളെ തുടർന്നാണ് പാലക്കാട് MLA ആയിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നത്. രാഹുലിനെ പുറത്താക്കിയതിനെ തുടർന്ന് VD സതീശൻ പക്ഷത്തു തന്നെ വലിയ തിരിച്ചടി വന്നു. സതീശിനെ പിന്താങ്ങി നിന്നിരുന്ന ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള വലിയ യുവനിര സതീശനിൽ നിന്നും അകന്നു മാറി. KC പക്ഷം കേരളത്തിൽ ശക്തരായി മാറാനുള്ള കാരണങ്ങളിലൊന്നുമായി ഇത് മാറുകയും ചെയ്തിരുന്നു. കോൺഗ്രസിൽ നിന്ന് പുറത്തായെങ്കിലും സോഷ്യൽ മീഡിയയിൽ രാഹുലിനുള്ള പിന്തുണ അതേ രീതിയിൽ തന്നെ തുടരുന്നുണ്ട്. കോൺഗ്രസിൽ നിന്നുള്ള സോഷ്യൽ മീഡിയ യുദ്ധങ്ങളിൽ നിന്നും രാഹുൽ പിൻവാങ്ങിയിട്ടുമില്ല. എങ്കിലും രാഹുലിനെ കോൺഗ്രസിൽ തിരികെ പ്രവേശിപ്പിക്കാനുള്ള ഒരു ചർച്ചയും നടക്കുന്നില്ല. മുഖ്യമന്ത്രി VD സതീശൻ രാഹുലിന്റെ കാര്യത്തിൽ അന്നും ഇന്നും ഒരേ നിലപാടിലാണ്. പാർട്ടിയിലെ ഉന്നത നേതൃനിരയിൽ സതീശന്റെ നിലപാടിനോട് ഐക്യപ്പെടുന്നവരും ഏറെയുണ്ട് താനും. എന്തായാലും ഫലം നോക്കാതെ തന്നെ തന്റെ സോഷ്യൽ മീഡിയ പോരാട്ടങ്ങൾ രാഹുൽ തുടരുക തന്നെയാണ്.